ഹായ് ഫ്രണ്ട്സ്, ഇന്ന് മിഷമാക്സ് നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്ന ഒരു വെറൈറ്റി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് നമ്മുടെ കേരളത്തിലെ കിഴക്കൻ മേഖലകളിൽ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഐറ്റമാണ്. നമ്മൾ കപ്പ കൊണ്ട് പുഴുക്കുകളൊക്കെ പല ടൈപ്പിലൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടെങ്കിലും ഇതുപോലെ ഒരു ഐറ്റം വളരെ റെയറായിട്ടാണ്. ഇതിൻ്റെ പേര് വെള്ളപ്പുഴുക്ക് എന്ന് പറയും. കപ്പ കൊണ്ടൊരു വെള്ള നിറത്തിൽ മറ്റ് ഐറ്റംസൊക്കെ വളരെ കുറച്ചിട്ട് വെള്ള നിറത്തിലായിരിക്കും ഈ പുഴുക്കിരിക്കുക. ഇതെല്ലാം നല്ല ടേസ്റ്റാണ്. ഒത്തിരി ഇൻഗ്രീഡിയൻസ് ഒന്നും ഇതിന് ആവശ്യമില്ല, പക്ഷേ ടേസ്റ്റിലാണ്. ഇത് കൂടുതലായിട്ടും ഈ കിഴക്കൻ മേഖലകളിൽ ഉപയോഗിക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൊയ്ത്തുകളും മറ്റും കഴിഞ്ഞ് കഴിയുമ്പം അവർക്ക് 4 മണിക്കത്തെ കാപ്പിക്കൊക്കെ ആയിട്ടാണ് ഇത് കൂടുതലായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. 4 മണിക്ക് കാപ്പിക്ക് ഇതും ഇതിൻ്റെ കൂടെ 2 ചമ്മന്തി ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 മുളക് കൊണ്ട്, ചുമന്ന മുളക് കൊണ്ടും അതുപോലെ പച്ചമുളക് കൊണ്ടും 2 ഐറ്റംസ് ഇതിനോടൊപ്പം കൊടുക്കും. അത് കഴിച്ച് കഴിഞ്ഞാൽ തന്നെ ജോലിക്കാർക്ക് നല്ലൊരു പ്രത്യേക ഉന്മേഷമൊക്കെയാണ്. അതുകൊണ്ട് ഇത് കഴിക്കാൻ തന്നെ ആയിട്ട് ഒത്തിരി ആൾക്കാർ, ഞാൻ ഉൾപ്പെടെ ഒത്തിരി ആൾക്കാർ കൊയ്ത്തിനൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഈ ഐറ്റം എന്താണെന്ന് നമുക്ക് നോക്കാം. നല്ല ഒരു അടിപൊളി ഐറ്റമാണ്. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ലൈക്ക്, കമൻറ്റൊക്കെ ഇടണം. തുടർന്ന് എൻ്റെ വീഡിയോസുകളൊക്കെ കാണാനൊക്കെ നിങ്ങൾ കൂടുതൽ സമയം ചിലവഴിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. വെള്ളപ്പുഴുക്കിനും അതുപോലെ ചമ്മന്തിക്കും ആവശ്യമായ ഇൻഗ്രീഡിയൻസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പ്രധാനമായിട്ടും നല്ല വേവുന്ന പച്ചക്കപ്പ, അത് ശരിക്കും കുഴ കിട്ടുന്ന ടൈപ്പിലുള്ളതായിരിക്കും, നന്നായിട്ട് വെന്ത് കുഴയുന്നത്. പിന്നെ നല്ല ഇളം കറിവേപ്പില, കടുക്, ഉപ്പ്, പത്തലമുളക് അതായത് ചുവന്ന മുളകും ചുവന്ന ഉള്ളിയും, കൂടാതെ നല്ല എരിവുള്ള പച്ചമുളകും വേണം. കേരളത്തിൻ്റെ തന്നെ വിവിധ ഭാഗങ്ങളിൽ കപ്പയ്ക്ക് പല പേരുകളിലാണ് അറിയപ്പെടുന്നത്. കപ്പ, അതുപോലെ ചീനി, കൊള്ളി എന്നിവയെല്ലാം. എങ്ങനെയായിരുന്നാലും നല്ല വേവുന്ന ടൈപ്പിലുള്ള സാധനം നോക്കി എടുക്കുക. ഇവ വേവിച്ച്, സാധാരണ നമ്മൾ പുഴുക്ക് പുഴുങ്ങിയിട്ട് വെള്ളം ഊറ്റിക്കളയുന്ന സമ്പ്രദായമാണ്. ഇതങ്ങനെയല്ല. നമുക്ക് ഏകദേശം വെന്ത് പാകത്തിന് കിട്ടുന്നിടത്തോളം വെള്ളം മാത്രമേ ഇതിനകത്ത് ചേർക്കാവുള്ളൂ. നമ്മൾ ഇതിൻ്റെ അകത്തുനിന്ന് ഇൻഗ്രീഡിയൻസ് വേവിച്ചതിന് ശേഷം ഇതിൻ്റെ എസൻസ് ഒന്നും നമ്മൾ ഊറ്റിക്കളയുന്നില്ല. പാകത്തിനുള്ള വെള്ളമായിരിക്കും. അത് നിങ്ങൾക്ക് ഇപ്പോൾ പ്രിപ്പറേഷൻ്റെ സമയത്ത് നോക്കുമ്പോൾ അറിയാം. ഇതിനോടൊപ്പം കറിവേപ്പിലയും പച്ചമുളകും മാത്രം ഇട്ട് വേവിക്കും, കുറച്ച് ഉപ്പും ഇട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ മൂടിയുള്ള ടൈപ്പ് അടപ്പുള്ള പാത്രങ്ങൾ, അതായത് അലുമിനിയത്തിൻ്റെ പാത്രങ്ങൾ, നല്ല മൂടിയുള്ള ടൈറ്റായിട്ട് എയർ നിൽക്കുന്ന ടൈപ്പിലുള്ള പാത്രങ്ങളാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. അല്ലെങ്കിൽ കുക്കർ ഉപയോഗിക്കുക. കുക്കറാകുമ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേവിൻ്റെ ചില സമയത്ത് അറിയാൻ പറ്റില്ല. ഇതൊക്കെയാണെങ്കിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ട് വേവായോ എന്ന് നോക്കി കൃത്യതപ്പെടുത്തുകയൊക്കെ ചെയ്യാം. ഏതായിരുന്നാലും വേവ് കഴിഞ്ഞതിന് ശേഷം അത്യാവശ്യം വെന്തെന്ന് തോന്നി കഴിഞ്ഞാൽ നമ്മൾ ഇളക്കി ഇതുണ്ടോ കുഴമ്പ് രൂപത്തിലാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് ഇതിൻ്റെ ഒരു പാകം. ഇതിനോടൊപ്പം വറ ചേർത്ത് സെറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമുക്കതെങ്ങനെയാണെന്ന് നോക്കാം. അല്പം വെളിച്ചെണ്ണ എടുക്കുക. വെളിച്ചെണ്ണ ഇച്ചിരി കൂടുതൽ വേണം. ഇതിൻ്റെ അകത്ത് പ്രധാനമായിട്ട് ടേസ്റ്റ് വരുന്നത് വെളിച്ചെണ്ണയാണ്. അതുകൊണ്ട് കൂടുതൽ വെളിച്ചെണ്ണ വേണം. അതിനോടൊപ്പം കടുകാണെങ്കിലും കടുക് അല്പം അധികം വേണം. നമുക്ക് വേറെ ടേസ്റ്റിനായിട്ട് ഒത്തിരി ഇൻഗ്രീഡിയൻസൊന്നും നമ്മൾ ഇതിൻ്റെ കൂടെ ചേർക്കുന്നില്ല. വെളിച്ചെണ്ണയും കടുകും അതുപോലെ ചുവന്ന മുളകും ഉള്ളിയും, ചുവന്നുള്ളി ഉണ്ടല്ലോ, ചുവന്നുള്ളിയും അതുപോലെ ഉപ്പ്, ഇത്രയും ഐറ്റംസേ ഇതിൻ്റെ അകത്ത് നമ്മൾ സ്പെഷ്യലായിട്ട് ചേർക്കുന്നുള്ളൂ. അപ്പോൾ അതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ കൂടുതലായിട്ടും വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കുകയാണെങ്കിൽ അത്രയേറെ ടേസ്റ്റ് നമുക്ക് അനുഭവപ്പെടും. ഏകദേശം റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി അതിനോടനുബന്ധിച്ച് വേണ്ടതായ 2 ഐറ്റംസും കൂടിയുണ്ട്. അത് ചമ്മന്തിയുണ്ട്, 2 തരം ചമ്മന്തി. ഒന്ന് പച്ചമുളക് ചേർത്തിട്ടുള്ള ചമ്മന്തിയും ഒന്ന് ചുവന്ന മുളക് ചേർത്തിട്ടുള്ള ചമ്മന്തിയും.
അതിൽ ചുമന്നമുളക് ചേർത്തിട്ടുള്ള ചമ്മന്തിയിൽ ചിലരൊക്കെ ചൊറുക്ക ചേർക്കുന്നുണ്ട്. കുറച്ച് ചൊറുക്ക ചേർത്താലും എല്ലാവർക്കും ആ ടേസ്റ്റ് ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല. ഞാനിപ്പം ഒരിക്കൽ കുട്ടനാട് വരെ ഒന്ന് പോയപ്പം അവിടെ വെച്ച് എനിക്ക് കിട്ടിയപ്പോൾ അതിൻ്റെ അകത്ത് ചൊറുക്ക ചേർത്തിട്ടാണ് ഈ ചട്നി നമുക്ക് കിട്ടിയത്. പക്ഷേ നമ്മുടെ ഈ നാട്ടുമ്പുറങ്ങളിൽ, അതായത് കിഴക്കൻ മലയോരം മേഖലകളിലേക്കൊന്നും അങ്ങനെ ഉപയോഗിക്കാറില്ല. ചൊറുക്ക പരമാവധി അവോയ്ഡ് ചെയ്തിട്ടാണ്, ഏതെങ്കിലും ചൊറുക്ക ചേർത്തില്ലെങ്കിൽ പോലും നല്ല ടേസ്റ്റ് ഉണ്ട് സാധനത്തിന്. അപ്പോൾ നിങ്ങൾ ചൊറുക്ക ചേർത്ത് ഉപയോഗിക്കണമെങ്കിൽ ചേർത്ത് ഉപയോഗിക്കാം, ചേർക്കാതെ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഏതായാലും പച്ചമുളകിൻ്റെ ചമ്മന്തിയിൽ ഒരു കാരണവശാലും ചൊറുക്ക ഉപയോഗിക്കുന്നതല്ല. നമ്മൾ രണ്ടിലും വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നുണ്ട്. വെളിച്ചെണ്ണ മസ്റ്റാണ്. വെളിച്ചെണ്ണ ഉപയോഗിച്ചെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ വെളിച്ചെണ്ണ രണ്ടിലും ഉപയോഗിക്കുന്നുണ്ട്. നിങ്ങളും അങ്ങനെ തന്നെ ഉപയോഗിക്കാൻ പരമാവധി ശ്രമിക്കുക. ഇനി ഏതായാലും നമുക്ക് ആ ചട്നി എങ്ങനെ സെറ്റ് ചെയ്യുന്നതെന്നും കൂടെ നോക്കാം. പാകത്തിന് വറ ശരിയായി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ മിക്സിയിലേക്ക് ഇട്ട് ഇതൊന്ന് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ശരിക്കും കുഴമ്പ് രൂപത്തിലൊന്നും ആവണ്ട, സാധാരണ ഒന്ന് ഇതുപോലെ ഒന്ന് സെറ്റായി കിട്ടിയാൽ മതി. അതിനുശേഷം നമ്മളൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റി അതിൻ്റെ അകത്തേക്ക് വെളിച്ചെണ്ണയും അതുപോലെ ഉപ്പും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നു. അങ്ങനെ ഈ ചട്നി റെഡിയായി കഴിഞ്ഞു. രണ്ടാമത്തെ ചമ്മന്തി എങ്ങനെയാണ് തയ്യാർ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിൻ്റെ അകത്ത് കാന്താരിമുളകും അതുപോലെ ചുവന്നുള്ളിയും ലേശം ഉപ്പും മാത്രം മതി. ഇത് നമ്മൾ അടവലക എന്ന് പറഞ്ഞ സാധനത്തിൽ അരച്ചെടുത്തതാണ്. നിങ്ങൾക്ക് ഏത് രീതി വേണമെങ്കിലും ഉപയോഗിക്കാം. നിങ്ങൾക്കിപ്പോൾ ഈ അടവലക പോലുള്ള സാധനങ്ങളൊക്കെ പഴമയുടെ കാലത്ത് ഉപയോഗിക്കുന്നതാണ്. അത് കണ്ടിട്ടില്ലാത്തതുകൊണ്ട് പലരും കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ അവരെ ഒന്ന് കാണിക്കാനോട് കൂടിയാണ് അടവലകയിൽ അരച്ചെടുത്ത് കാണിക്കുന്നത്. ഇതേ മോഡലിലാണ് അരച്ചെടുക്കേണ്ടത്. തുടർന്ന് ഇതിൻ്റെ അകത്ത് അല്പം വെളിച്ചെണ്ണയും ഉപ്പും ചേർത്ത് മിക്സ് ചെയ്താൽ മാത്രം മതി. സംഗതി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ ഈ രണ്ട് ടൈപ്പിലുള്ള ചമ്മന്തികൾ കൂട്ടിയാണ് നമ്മൾ ആ വെള്ളപ്പുഴുക്ക് കഴിക്കേണ്ടത്. അത് കഴിച്ചാൽ ഒരു വ്യത്യസ്തമായ ടേസ്റ്റ് തന്നെയാണ്. ഇതിൻ്റെ അകത്ത് നമ്മൾ ചൊറുക്കിയൊന്നും ചേർക്കില്ല, മറിച്ച് ആ ചുമന്ന മുളകും കൊണ്ടുണ്ടാക്കിയ ചമ്മന്തിയിൽ ഈ വക സാധനങ്ങളെല്ലാം ചേർത്ത് കഴിക്കുന്നതിന് കൊണ്ട് ഒരു കുഴപ്പമില്ല. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണ്. ഇതാണ് കോമൺ ആയിട്ടുള്ള രീതി.